ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടെക്. എന്തുണ്ടെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അധികം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊരു 10 ഫ്രോക്ക് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ഗ്രീൻ കളറ് 12 ഫ്രോക്കും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു കുറച്ച് ദിവസത്തെ എൻ്റെ പരിപാടി. അപ്പോൾ ആ മറ്റേ ഫ്രോക്ക് കൂടെ കണ്ടിട്ട് നമുക്കൊന്ന് കഥ പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ച ഫ്രോക്ക്. നല്ലൊരു പച്ചയാണ് കേട്ടോ. അത് ചെറുപയർ പച്ചയില്ലേ, ശരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിളിപ്പച്ചയായിരുന്നു. എന്താ പറയാൻ, ഒരു ലൈറ്റ് പച്ചയുണ്ടല്ലോ, ഇളം പച്ച. പക്ഷെ ആ ഒരു മെറ്റീരിയൽ എനിക്ക് സമയത്ത് കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറേ തപ്പി നോക്കി, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അവസാനം ഈ ഒരു കളറാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ബോഡി പാർട്ടും രണ്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കളർ സെയിം ആണ് കേട്ടോ റിയലായിട്ട് കാണുമ്പോൾ. ഇത് നമ്മുടെ മഞ്ഞ ഫ്രോക്ക്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഒത്തിരി ഹെവി വർക്ക് എടുത്തിട്ടുള്ളതും ഈ ഒരു ഫ്രോക്കിലാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയായിരുന്നു കേട്ടോ. ഞാനൊരു ഫ്രോക്കിന് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞ ഫ്രോക്കിൽ അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. അതുപോലെ മെറ്റീരിയലും കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി പാക്ക് ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെയാണ് കുട്ടികളുടെ അളവ് മാറാതെ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതും ഒരു ജോലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിൽ പേരെഴുതിയിട്ട് സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇളക്കി കളഞ്ഞിട്ട് ആ ഒരു കവറിൽ ഇട്ട് കൊടുക്കുന്ന കവറിൽ പേരെഴുതണം. പിന്നെ നൂലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പണികളാണ് രാവിലെ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തീരുമെന്ന് തോന്നിയാലും അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ. എപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക, തച്ച് തീർന്നിട്ട് ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം ഇപ്പോൾ ഹെയർ അക്സസറീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സ് ആണെങ്കിലും പാക്കിങ്ങിനാണ് ഞാൻ കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങളും നോക്കി അളന്നൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ടൈമാവും. ഇപ്പോൾ ഹെയർ അക്സസറീസ് ആണെങ്കിലും നമ്മൾ ഓരോന്ന് നോക്കി ബില്ലിട്ടൊക്കെ വരുമ്പോഴത്തേക്കും സമയം പോകുന്നത് എപ്പോഴും പാക്കിങ്ങിലാണ് എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രോക്ക് നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പം ഒന്നിച്ചിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് എന്തായാലും ഇതേപോലെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കുട്ടികളുടെ കൊടുത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീട്ടിലോട്ട് വിടുന്നത്. അപ്പം നമുക്ക് കവറാണെങ്കിൽ ഇപ്പോൾ കീറുന്ന കവറുണ്ടല്ലോ, ടൈപ്പ് പേപ്പർ കവറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സേഫ് ആയിരിക്കത്തില്ല. ഇതാകുമ്പോൾ സേഫ് ആയിരിക്കും കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ അവരൊക്കെ തുറക്കില്ലല്ലോ, അറിഞ്ഞൂടാ, എന്നാലും കൂടുതൽ കുട്ടികളും തുറക്കില്ല എന്ന് തോന്നുന്നു. ഓക്കെ, സേഫായിട്ട് വീട്ടിലെത്തും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ 2 കളറുകളും. 2 പാട്ടാണ് കേട്ടോ. എന്താണ് പാട്ട് ഞാൻ മറന്നുപോയി. എനിക്ക് പാട്ടിൻ്റെ വരി വെച്ചിട്ടായിരുന്നു ഇത്. അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ, പെട്ടെന്ന് കിട്ടുന്നില്ല. നല്ല 2 പാട്ടായിരുന്നേ. അപ്പോൾ ഇത് ഇന്ന് വൈകിട്ട് കൊണ്ടു കൊടുക്കണം. നാളെയാണ് അവർക്ക് പ്രോഗ്രാം. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസ് ചിലപ്പോൾ ഞാൻ ലേറ്റായിട്ടായിരിക്കും കേട്ടോ ഇടുന്നത്. കാരണം എനിക്ക് അത്യാവശ്യം നല്ലപോലെ തിരക്കുള്ളൊരു ടൈമാണ്. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റാവും. എപ്പോഴും ഞാൻ അങ്ങനെയാണല്ലോ, നമ്മളെ തിരക്കുകൾക്കനുസരിച്ചിട്ട് വീഡിയോ പെൻഡിങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ആരൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പോൾ വീഡിയോസ് ഇടാത്തത്, നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതങ്ങനെ നിർത്തിപ്പോവാന്ന് പറയുന്നത് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമെന്ന് ചോദിച്ചാൽ അത് ഞാൻ ചെയ്യാറില്ല കേട്ടോ. കുറേ തിരക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ എടുക്കൽ മാത്രം ഒന്ന് പെൻഡിങ് വെക്കും. എപ്പോഴും പ്രയോറിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മരിച്ച് കിടന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എല്ലാം ഇവിടെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഓരോ ഇതിൻ്റെ മുകളിലും ഞാൻ ഇതേപോലെ പേരെഴുതിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.